എടാ ഇക്രോ, നാളെ ഇവിടെ അടുത്തൊരു പാർക്ക് തുറക്കുന്നുണ്ട്. നമുക്ക് അവിടെ കളിക്കാൻ പോയാലോ? പാർക്കോ? എന്നാൽ നമുക്ക് അവിടെ പോവാം. ഇവിടെ കുറെ കളിച്ച് മടുത്തു. നമുക്കിനി അവിടെ നിന്ന് കളിക്കാം. ആ ശരിയാടാ, നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ നിന്ന് കളിക്കുന്നത്. ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഇവിടെ എല്ലാം പൊളിഞ്ഞ് കിടക്കാം. നമുക്ക് പുതിയ പാർക്കിൽ പോയി കളിക്കാം. അതിനവിടെ ഫ്രീ ഒന്നുമല്ല, അവിടെ പൈസ കൊടുക്കണം. അവിടുന്ന് കളിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുക്കണോ? പിന്നെ എങ്ങനെ നമ്മൾ അവിടെ നിന്ന് കളിക്കും? പൈസ കൊടുത്തിട്ട് നമുക്ക് ദിവസം അവിടെ നിന്ന് കളിക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് ആരും കാണാതെ അവിടുത്തെ മതിരി ചാടി പോവാം. അപ്പോൾ പിന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നല്ലൊരു ഐഡിയ. നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ആരും കാണാതെ നമുക്ക് ആ ബേക്കിത്തെ മതിരി ചാടി പോവാം. എന്നാൽ പിന്നെ ആരും നമ്മളെ കണ്ടുപിടിക്കില്ല. എടാ അങ്ങനെ ചെയ്യണം. ആരെങ്കിലും കണ്ടുപിടിച്ചാലോ നമ്മളെന്ത് ചെയ്യും? നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയണ്ട. ആരും കണ്ടുപിടിക്കൊന്നുമില്ല. എന്നാൽ സെറ്റ്. നമുക്ക് നാളെ അവിടത്തേക്ക് പോവാം. പിന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പേടിച്ചാരേണ്ട മുഖഭാവം വെച്ചൊന്നും പോകരുത്. കൂളായിട്ട് വേണം കയറി ചെല്ലാൻ. അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ടുപിടിക്കും. നിന്നോടാ പറഞ്ഞത് മനു. നിന്നെ കണ്ടാലേ മനസ്സിലാവും നിന്റെ മുഖത്ത് കള്ള ലക്ഷണം എഴുതി വെച്ചിട്ടുണ്ട്. പോടാ, നീ എന്താ പറയുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ മുഖത്ത് കള്ള ലക്ഷണമൊന്നുമില്ല. നിങ്ങളെ കണ്ടിട്ട് കണ്ടുപിടിക്കാതിരുന്നാൽ മതി. ഹാ നീ ഒന്ന് ഒപ്പിച്ചെങ്കിലും നിന്റെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലായിക്കോളും. ഒന്ന് പോടാന്ന്. അപ്പോൾ ഓക്കെ, നാളെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിലിട്ടിട്ട് ഞാൻ എടുക്കാം. നിങ്ങൾ എൻ്റെ പിറകെ വന്നാൽ മതി. അപ്പോൾ ഓക്കേടാ. ശരിടാ. എന്ത് രസമല്ലേ? അതാ അടിപൊളി. നമുക്കിനി വാട്ടർ റൈഡിലൊക്കെ കയറാൻ വേണ്ട. അത് പിന്നെടാ, എനിക്കിപ്പോൾ അതിലൊന്നും കയറാൻ പറ്റും തോന്നില്ല. എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ട്. വയറുവേദന? നീ എന്തായി പറയുന്നത്? ഇപ്പം എങ്ങനെ ബാത്റൂമിലേക്ക് പോകും? എടാ, ആ ബാത്റൂമിൻ്റെ അടുത്ത് ആ വാച്ച്മാൻ ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി അയാളെ നമ്മൾ കാണില്ലേ? അയാൾ നമ്മളൊരു ടിക്കറ്റ് ചോദിച്ചാൽ നമ്മളെന്ത് കാണിക്കും? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പം ബാത്റൂമിൽ പോകണോ? എനിക്കിപ്പം പോകണോ? ഇവനെ കൊണ്ട് വയ്യ. ഇവൻ ഇതൊക്കെ കൊളാക്കുന്ന തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി അയാൾ നമ്മളെ പിടിക്കും. നോക്കിക്കോ. അയാൾ പിടിക്കൊന്നുമില്ല. വാ, നമുക്കൊന്ന് ചെന്ന് നോക്കാം പ്ലീസ്. എന്നാ ശരി, വാ നമുക്ക് പോകാം. അയാളെ ബേക്കിൽ കൂടി കാണാതെ നടന്നു പോവാം. 3 പേരും അവിടെ നിന്നേ. നിങ്ങൾ 3 പേരെ ഞാൻ രാവിലെ ഇവിടെ കയറുന്ന കണ്ടിട്ടില്ലല്ലോ. പെട്ടടാ, അയാൾ നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും? പിന്നെ ചേട്ടൻ ഓർമ്മയില്ലേട്ടാ, ഞങ്ങൾ വന്നതാ. ഞങ്ങൾ നേരത്തെ വന്നിരുന്നു. ചേട്ടനാ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ തന്നത്. അങ്ങനെയാണോ? എന്നാ നിങ്ങൾ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. അത് ടിക്കറ്റാണോ? ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചപ്പോൾ അത് മിസ്സായതാണെന്ന് തോന്നുന്നത്. വേറെ ആരും ടിക്കറ്റ് മിസ്സായിട്ടില്ലല്ലോ. നിങ്ങൾ 3 പേരെയും ടിക്കറ്റ് മിസ്സായില്ലേ? ഇതിലെന്തോ കള്ളത്തരുണ്ട്. ചേട്ടാ, അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വാട്ടർ റൈഡിൽ ഇട്ടാൻ കയറിയപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞങ്ങൾ ബാഗിലുണ്ടാവും. ഞങ്ങൾ ബാഗിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്നാൽ ടിക്കറ്റ് അടുത്ത പ്രാവശ്യം കാണിച്ച് തന്നാൽ ഇതിനുള്ളിലേക്ക് കയറ്റു. അത് ഓർമ്മയിൽ വെച്ചോ. ആർക്കാ വേഗം ബാത്റൂം പോകാനല്ലോ എന്ന് വെച്ചാൽ വേഗം പോയിക്കോ. ഇനി അതും കൊണ്ട് ഇവിടെ കിടന്ന് ഉരുളണ്ട. ശരി ചേട്ടാ. ഭാഗ്യം കൊണ്ട് അയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാളൊരു മണ്ടനായത് കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ വിശ്വസിച്ചു. അതേടാ, അയാളൊരു മണ്ടൻ തന്നെ. നമ്മൾ അയാളെ പറ്റിച്ചിട്ട് അയാളൊന്നും അറിയില്ല. എടാ, എന്നാ നീ വേഗം ബാത്റൂമിലേക്ക് പോയി. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നാ നിങ്ങൾ പുറത്ത് നിന്നോ, ഞാൻ വേഗം പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരുന്നു. പാർക്കിലും പോയി വാട്ടർ റൈഡിലും കളിച്ച് എന്ത് രസമായിരുന്നു. ആടാ, ഈ ദിവസം ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് സൂപ്പർ ദിവസം തന്നെ. നമ്മൾ എന്തൊക്കെ കളിയാ കളിച്ചത്. നമ്മളാരാ മക്കള്. എടാ, അവിടെ ഒരു വലിയ റൈഡ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കയറിയിട്ടില്ലല്ലോ. ആ റൈഡിൽ നമുക്ക് നാളെ കയറണം. ശരിയാടാ, അത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. അതുകൊണ്ട് ഞാൻ അതിൽ കയറണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നാളെ എന്തായാലും അതിൽ കയറി നോക്കാം. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാം. നാളത്തെ കാര്യം നാളെ.